ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് കുറച്ച് മാങ്ങ പറിച്ച് ഉപ്പിലിട്ടാലോ? നമ്മുടെ വീട്ടിലെ മാവ് മരമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നിറയെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര വേണേലും വലിക്കാം. അതുപോലെ തന്നെ ഇത് അധികം വലുപ്പം വരാത്ത കുഞ്ഞു കുഞ്ഞു മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാന്താരി മുളകൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഉപ്പിലിട്ട് വെക്കാം. കണ്ടോ, നിറയെ മാങ്ങയുണ്ട്. ഇതിൻ്റെ ഭംഗിയൊക്കെ കാണുമ്പോൾ പറിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും കുറച്ചൊക്കെ പറിച്ച് ഉപ്പിലിടാൻ ഒരു മോഹം. ഇതിനെ എന്തിനാണ് മൂവാണ്ടൻ എന്നൊക്കെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു വർഷത്തിൽ 3 തവണ കായ്ക്കുന്നത് കൊണ്ടാണോ എന്തോ, അതോ 3 വർഷം കൂടുമ്പോൾ ഒരിക്കൽ കായ്ക്കുന്നത് കൊണ്ടാണോ എന്തോ, അതൊന്നും അറിയില്ല. പക്ഷെ ഇവിടുത്തെ മാവിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. കായ്ക്കുമ്പോൾ അങ്ങ് നന്നായിട്ട് അങ്ങ് കായ്ക്കും. അത്യാവശ്യത്തിന് ഞാൻ പറിച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് പൊട്ടി വരും. നല്ല രസമാണ് മാങ്ങ പറിക്കാനൊക്കെ. പറിക്കാൻ തോന്നുന്നില്ലെങ്കിലും ഒരു കൗതുകം കൊണ്ട് ഇങ്ങനെ പറിക്കാനായിട്ട്. ഞാൻ അത്യാവശ്യത്തിന് കുറച്ച് വലിപ്പമുള്ള മാങ്ങ മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളൂ. ഇത്രയൊക്കെ പറിച്ചു കേട്ടോ. എന്നാലും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ തൂങ്ങുന്നത് കാണുമ്പോൾ വീണ്ടും വലിക്കാനൊരാഗ്രഹം. ഈ മാങ്ങ മാറ്റി ഞാൻ പറിച്ചപ്പോൾ അതിൻ്റെ അടുത്ത് പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഈ പൂവിൽ കായ് വരും. മാങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയത് നമ്മുടെ കാന്താരി ചെടിയുടെ അടുത്തേക്കാണ്. അവിടെ നിന്നും കുറച്ച് മുളകൊക്കെ നുള്ളി പറിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലായ്പ്പോഴും പച്ചമുളകിന് പകരം ഈ മുളകാണ് യൂസ് ചെയ്യാറ്. അധികം പച്ചമുളക് മേടിക്കാറില്ല. എല്ലാ കറികളിലും അമ്മ കാന്താരി മുളകാണ് ഇടാറ്. നല്ല ടേസ്റ്റുമാണ് കാന്താരി മുളകിന്. ഉപ്പിലിട്ട് വെക്കാനൊക്കെ കാന്താരി മുളകാണ് ബെസ്റ്റ്. നല്ല ടേസ്റ്റായിരിക്കുന്നേ. മുളകൊക്കെ പറിച്ചു കഴിഞ്ഞ് ഞാൻ നേരെ പോയത് നമ്മുടെ മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കാനാണ്. ഇത് കഴുകുമ്പോൾ സൂക്ഷിക്കണേ, അതിൻ്റെ ഞെട്ടൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു പാലൊക്കെ വരും. അതൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങയെ ഞാൻ കുനുകുനാന്നരിഞ്ഞു. കുനുകുനാന്നൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുഴുവനായിട്ട് വേണമെങ്കിലും ഇടാൻ കേട്ടോ. പണ്ടൊക്കെ അമ്മമ്മമാരൊക്കെ ഭരണിക്കകത്ത് ഫുള്ളായിട്ട് മാങ്ങ ഇടാറില്ലേ, അതുപോലെയൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ അത്യാവശ്യം ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബോട്ടിലിനകത്തേക്ക് ഇതിട്ടു. ഒപ്പം നമ്മുടെ കാന്താരിക്കുട്ടന്മാരെ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അറിഞ്ഞില്ല, വീണ്ടും ഞാൻ പോയി കുറച്ച് മാങ്ങയും കൂടെ പറിച്ച് വീണ്ടും അരിഞ്ഞ് ഈ കുപ്പിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു മാങ്ങ എടുത്തു, അതിനനുസരിച്ചിട്ട് ഉപ്പിടണം. കുപ്പി നിറയുന്നത് വരയ്ക്കും വെള്ളം ഒഴിക്കണം. എന്നാലേ ഉപ്പൊക്കെ നന്നായിട്ട് മാങ്ങയിലും മുളകിലൊക്കെ പിടിക്കുകയുള്ളൂ. ഇനി 4-5 ദിവസം കഴിഞ്ഞ് ഈ കുപ്പിയൊന്ന് തുറന്നു നോക്കിയാൽ ആഹാ, ആലോചിക്കുമ്പോൾ തന്നെ കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട് വായിൽ. ആ കാന്താരി മുളകൊക്കെ ഒന്ന് എടുത്ത് കടിച്ചു നോക്കണം. അയ്യോ, എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. കൂടുതൽ വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.